ഇന്ത്യ ഇംഗ്ലണ്ട് ആദ്യ T20 മത്സരം ഫസ്റ്റ് ഇന്നിങ്സിന് ശേഷം മഴ കാരണം ഉപേക്ഷിച്ചെങ്കിലും ഇന്ത്യക്ക് ഓർക്കാൻ അത്ര നല്ല കാര്യങ്ങളൊന്നുമല്ല കേട്ടോ സംഭവിച്ചിരിക്കുന്നത്. താരതമ്യേന കുഞ്ഞൻ ടീമായ അയർലൻഡിൻ്റെ കൂടെ നടന്ന T20 പരമ്പരയിലെ നാണംകെട്ട തോൽവിക്ക് ശേഷമായിരുന്നു കേട്ടോ ഇന്ത്യ ഇംഗ്ലണ്ടിൽ എത്തിയിരിക്കുന്നത്. 5 T20 മത്സരങ്ങളും 3 ഏകദിന മത്സരങ്ങളുമാണ് ഇംഗ്ലണ്ടിൽ നടക്കാനായിട്ട് പോകുന്നത്. അതിൽ ആദ്യ ഈ T20 മത്സരത്തിൽ ഫസ്റ്റ് ബാറ്റിംഗ് ആരംഭിച്ച് ഇന്ത്യക്ക് തുടക്കം തന്നെ മോശപ്പെട്ട തുടക്കമായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. മലയാളി താരം സഞ്ജു സാംസണും അഭിഷേക് ശർമ്മയും കൂടിയിട്ടായിരുന്നു ഇന്ത്യക്കായിട്ട് ഓപ്പൺ ചെയ്ത്. പക്ഷേ തീർത്തും മലയാളി താരം സഞ്ജു സാംസണിൻ്റെ കയ്യിൽ നിന്നും കിട്ടിയത് ഒരു മോശപ്പെട്ട തുടക്കം എന്ന് തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. 7 ബോളിൽ 1 റൺ എടുത്തിട്ട് അദ്ദേഹം പുറത്തായത് കേട്ടോ. അത് തീർത്തും നിരാശപരമായിട്ടുള്ളൊരു ഷോട്ടിൻ്റെ പുറത്തായിരുന്നു കേട്ടോ അദ്ദേഹം പുറത്തായത്. അതിനുശേഷം വന്ന ഇഷാൻ കിഷാൻ ആണെങ്കിലും റൺ ഔട്ട് ആയതോടുകൂടിയിട്ട് തന്നെ ഇന്ത്യ വൻ തകർച്ചയിലേക്ക് വീഴുമായിരുന്നു. പക്ഷെ അതിനുശേഷം വന്ന ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ അഭിഷേക് ശർമ്മയെ കൂട്ടുപിടിച്ച് ഇന്ത്യൻ സ്കോർ ഉയർത്താൻ ശ്രമിക്കുകയായിരുന്നു കേട്ടോ. അഭിഷേക് ശർമ്മ തകർത്തടിച്ചതോടുകൂടിയിട്ട് തന്നെയാണ് ഇന്ത്യയുടെ സ്കോർ ഭേദപ്പെട്ട നിലയിലെത്തിയതും. 2 ഓവറിൽ 6-ന് 2 എന്ന തകർച്ചയിൽ നിന്നും അഭിഷേക് ശർമ്മ 8 ഓവറിൽ 88 എന്ന് പറഞ്ഞൊരു കുഴപ്പമില്ലാത്തൊരു ഭേദപ്പെട്ട സ്കോറിലെത്തിച്ചിട്ടായിരുന്നു കേട്ടോ അദ്ദേഹം പുറത്തായത്. 24 ബോളിൽ 59 റൺസ് എടുത്തിട്ടായിരുന്നു അദ്ദേഹം പുറത്തായത്. പക്ഷെ അദ്ദേഹം പുറത്തായതിനു ശേഷം വന്ന തിലക് വർമ്മയാണെങ്കിൽ തീർത്തും നിരാശപ്പെടുത്തിയിട്ടായിരുന്നു കേട്ടോ കളിച്ചിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം വെറും ടെസ്റ്റ് കളിക്കുന്നത് പോലെയായിരുന്നു കേട്ടോ ബാറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. 14 ബോളിൽ 14 റൺസ് എടുത്തിട്ടായിരുന്നു അദ്ദേഹം പുറത്തായത്. അതിനുശേഷം ക്യാപ്റ്റൻ ശ്രേയസ് അയ്യരും ശിവൻ ദുബെയും ഭേദപ്പെട്ട ബാറ്റിംഗ് കാഴ്ചവെച്ചതോടു കൂടിയിട്ടായിരുന്നു കേട്ടോ ഇന്ത്യയുടെ ബാറ്റിംഗ് 150-ന് മുകളിൽ പോയതും എന്ന് വേണമെങ്കിൽ പറയാം. ശ്രേയസ് അയ്യർ 68-ഉം ശിവൻ ദുബെ 42 റൺസുമാണ് കേട്ടോ എടുത്തത്. അവസാന ഓവറുകളിൽ ശിവൻ ദുബെയുടെ വെടിക്കെട്ട് ബാറ്റിംഗ് കൂടി ആയതുകൊണ്ടായിരുന്നു കേട്ടോ 189 റൺസ് എന്ന് പറഞ്ഞൊരു ഭേദപ്പെട്ട സ്കോറിൽ ഇന്ത്യൻ ടീം എത്തിക്കാനായിട്ട് പറ്റിയത്. ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ നടന്നത് അത്ര നല്ല രീതിയിലുള്ളൊരു കളിയൊന്നുമല്ല. തുടക്കം വളരെ ഫ്ലോപ്പായിട്ടായിരുന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അവിടെ അഭിഷേക് ശർമ്മയുടെ ആ ഒരു ബാറ്റിങ്ങിൻ്റെ മികവ് കൊണ്ട് മാത്രമായിരുന്നു ആ ഒരു ഫ്ലോപ്പ് അവിടെ കവർ ചെയ്തു പോയി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പിന്നെ അങ്ങോട്ട് നടന്നതും അത്ര നല്ല കാര്യങ്ങളൊന്നുമല്ല. പക്ഷേ ഇവിടെ എല്ലാവരും ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യം എന്തെന്ന് പറഞ്ഞു പറഞ്ഞാൽ എല്ലാവരും വൈഭവ് സൂര്യവംശിയെ ഇറക്കണമെന്ന് പറയുമ്പോൾ സഞ്ജു സാംസനെ മാറ്റാൻ പറ്റില്ല, സഞ്ജു സാംസൺ ലോകകപ്പ് നേടിക്കൊടുത്തതാണ് എന്ന് പറഞ്ഞിട്ട് ഒതുക്കുന്ന സമയത്ത് അവിടെ തിലക് വർമ്മയെ പോലെയുള്ള ഒരു ബാറ്റ്സ്മാൻ വന്നിട്ട് അവിടെ മോശപ്പെട്ട രീതിയിൽ കളിക്കുന്നതൊന്നും അവിടെ ശ്രദ്ധിക്കുന്നില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തിലക് വർമ്മയെ മാറ്റിയിട്ട് വേണം അവിടെ വൈഭവ് സൂര്യവംശിയെ കൊണ്ടുവരാനും. ഓപ്പണിംഗ് സ്ഥാനം വൈഭവ് സൂര്യവംശിക്ക് കൊടുത്തിട്ട് സഞ്ജു സാംസനെ 1 ഡൗൺ സ്ഥാനത്തേക്ക് ഇറക്കിയാൽ തീരാവുന്ന പ്രശ്നങ്ങളൊക്കെ തന്നെ ഇവിടെ ഉള്ളൂ. പക്ഷേ എന്നിരുന്നാൽ തന്നെ വൈഭവ് സൂര്യവംശിനെ ടീമിൽ കൊണ്ടുവരണം എന്ന് പറയുമ്പോൾ സഞ്ജുവിനെ മാറ്റാൻ പറ്റില്ല എന്നുള്ളൊരു കാര്യം പറഞ്ഞുകൊണ്ടാണ് ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കാര്യത്തിനെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ വൈഭവ് സൂര്യവംശിയെ പോലെയുള്ളൊരു പ്ലെയറിനെ ടീമിലേക്ക് എങ്ങനെയും കൊണ്ടുവരാനും അദ്ദേഹത്തിന് റെക്കോർഡുകൾ ഭേദിക്കാനുള്ളൊരു ചാൻസ് എങ്കിലും ഒരുക്കി കൊടുക്കണം എന്ന് തന്നെയാണ് എല്ലാ ആരാധകരുടെയും ആഗ്രഹം ഉണ്ടാകും.